ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് പോകുന്നത് കൂടാൽമാണിക്ക അമ്പലത്തേക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആരാന്ന്. അപ്പോൾ ഇത് ഞാൻ നടന്നുകൊണ്ടിരിക്കാം ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിറയ്ക്കുന്ന ഇവിടുന്ന് ഇരിഞ്ഞാലക്കുടക്ക് ബസ്സുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകാൻ വെച്ചിട്ടാണ്. അപ്പോൾ മഴ വരുന്നതായിട്ട് മുന്നേ പോകാം. എന്നെ വേഗം ഓടിച്ചു വിട്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ബസ്സിൽ വെച്ച് കൂട്ടുകാരത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്തു, ഞാൻ അവളെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ പാടം കഴിഞ്ഞ് ചെല്ലണതാണ് അവളെ വീട്. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് പുല്ലൂരാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്നും എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ കാണാറുള്ള കൂട്ടുകാരത്തി തന്നെയാണ്. അപ്പോൾ അവൾ റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ അവളെ വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ കൈമ വെച്ചുതരാം കൊത്തു. അപ്പോൾ അവളുടെ വീട്ടിലൊരു തൊപ്പിക്കിളിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവളുടെ മരത്തിൻ്റെ അവിടെ കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ നിലത്തേക്ക് വീണിട്ട് അങ്ങനെ ഇതിന് പരിക്ക് പറ്റിയിട്ട് അവൾ നോക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഈ കിളിക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് ഇതിന് തീറ്റയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അതിന് കൊടുക്കാൻ മടിയായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ അമ്മക്കിളി. അതിൻ്റെ കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾ പറന്ന് നടക്കുകയാണ്. അങ്ങനെ പിന്നെ അവളെ വീട്ടിലത്തെ മാവ് നിറച്ച് മാങ്ങിയായിരുന്നു. അപ്പോൾ അതേ ഓരോന്ന് ലൈവായിട്ട് തന്നെ വീടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവൾ 2-3 എടുത്തിട്ട് എനിക്ക് ചെത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതൊക്കെ അവളുടെ കലാവിരുദ്ധാണ്. ഒരു കലാകാരിയാണ് അവൾ. അപ്പോൾ അവളോട് ഞാൻ മാങ്ങിയെടുത്തോളം പറഞ്ഞു. അവൾ പിന്നെ ഡെയിലി കഴിക്കുന്നതിനെ കൊണ്ട് അങ്ങനെ എടുത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് കഴിക്കായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മാങ്ങ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ദോശയൊക്കെ കഴിച്ച് വന്നതായിരുന്നു. അപ്പോൾ അതേ മാങ്ങയൊക്കെ ഇരുന്ന് കയറ്റലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സിനിമ കാണാനായിട്ട് ഞങ്ങളിരുന്നു. അവൾ ലാപ്ടോപ്പിൽ 1-2 സിനിമകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാനായിട്ടിരുന്നു. ബ്രൊമാൻസ് എന്നായിരുന്നു സിനിമയുടെ പേര്. അപ്പം ഞാൻ ആ സിനിമ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കുകയാണ് അവിടെ പോയിട്ട്. അപ്പോൾ ഇവിടെ മഴ പെയ്തു. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് പറയുന്നത്. എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് മുന്നേ നോക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാൻ പോകുന്നു. പ്രതീക്ഷിക്കാതെയാണ് മന്തി ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരു ഈറ്റിംഗ് ചലഞ്ച് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവർ കാണാം. കോംബോ ഓഫറായിട്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ 4 പീസ് ഒരു ചില്ലി ചിക്കനും പിന്നെ ഒരു സ്പ്രൈറ്റിൻ്റെ ചെറിയൊരു കുപ്പിയും പിന്നെ മയോണൈസും അതിൽ തക്കാളി ചട്നി പോലെ സംഭവം അങ്ങനെ സലാഡും അതൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ അൽഫാം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ ആയിരുന്നു. അങ്ങനെ മന്തി കഴിച്ച് ഫുള്ളായിട്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. കാരണം വീട്ടിലേക്ക് തിരിച്ചെത്തണ്ടേ. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. എൻ്റെ അടുത്തൊരാളുണ്ട് കേട്ടോ. ജയിക്കെടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ്. ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരത്തി വരച്ച പടങ്ങളാണ് കേട്ടോ. അത് 2 ഡോൾഫിനുകൾ ഇങ്ങനെ ഇതാവണത്. അപ്പോൾ ഇത് സ്വിച്ച് ബോർഡിൻ്റെ അവിടെയും അതുപോലെ റൂമിൽ ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളി. ഇത് കുറച്ച് നാളായിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 4 നടന്നു പോകുമ്പോൾ ഇതാ 2 പേര് തകർന്ന് വീണിരിക്കുന്നു. അത് വെള്ളം. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് വേണം ഇരിഞ്ഞാലക്കുട പോയിട്ട് നമ്മൾ കൂടൽമാണിക്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ സ്റ്റാൻഡൊക്കെ എത്തി. അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത് 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ. ഞങ്ങൾ സ്റ്റാൻഡിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് എപ്പോഴാണ്. അപ്പോൾ 5:10 ബസ്. അപ്പോൾ ഏകദേശം 4:45 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് ഉള്ളിൽ കയറാൻ നിന്നൊന്നുമില്ല. അപ്പോൾ വേഗം പോയിട്ട് പോരാന്ന് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കാരണം പിറ്റേ ദിവസം കൂടെ ഉള്ളൂ പൂരണ്ടായിരുന്നത്. അപ്പോൾ സൈഡിലൊക്കെ കുറേ കടകൾ കാണാം. കലത്തിൻ്റെ ഒക്കെ കടകളുണ്ട്. പിന്നെ അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ആനകളെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നിന്ന് നോക്കിയപ്പോൾ ഒരു 5-6 ആനകളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ രാവിലത്തെ പൂരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ആനകളെ കെട്ടിയിട്ടിരിക്കുകയാണ്.
പിന്നെ അവിടെ എക്സിബിഷൻ നടക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നടക്കായിരുന്നു. പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ക്യാഷ് പിടിച്ചിട്ടേ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങിച്ച് തിന്നതിനെ കൊണ്ട് ഫുൾ കാലിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ അവിടെ ഇങ്ങനെ നടക്കായിരുന്നു. ഇത് ഞങ്ങളൊരു ഐസ്ക്രീമിന് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിന് 60 രൂപ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകും. ജെയിൻറ്റ് വീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ അതിൽ. പിന്നെ അവിടെ നിന്ന് കുറച്ച് മാറിയപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. പിന്നെ അവിടെ അപ്പുറത്ത് തിരുവാതിരക്കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇതാണ് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രം. ഇപ്പം തന്നെ 5 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം നടക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വ്യൂ എടുത്തിട്ട് ഞാനങ്ങനെ നടന്നു. ഞാൻ സ്റ്റാൻഡിലെത്തി. പിന്നെ ഒരു സോഡയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ 2 പേരും ബസ് കയറി. അപ്പോൾ അവളെ വീട്ടിലേക്കുള്ള ബസ് കയറിപ്പോയി. ഞാനപ്പോൾ അത് ഫുൾ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. 5:10 കയറിയിട്ട് 5:30ക്കാണ് ബസ് എടുത്തത്. അവളെ വീട്ടിൽ നിന്നൊക്കെ എത്തി ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. 6:10 ആയിട്ടുണ്ടാവും എത്തിയപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ല, പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒക്കെ എടുത്തത്. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം നന്നായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ അവളും ഹാപ്പി, ഞാനും ഹാപ്പി. വരുമ്പോൾ അവളും പറയായിരുന്നു ഇനി എന്നാ വരാമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനിയും വീണ്ടും വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അവിടെ നല്ല വൈബാണ് ശരിക്കും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ദിവസം പോണതേ അറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. എനിക്ക് മുന്നും പോയപ്പോൾ തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് സമയം പോണ പോലെ ഇരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെൽ ബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.